നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമില്ലെങ്കിൽ പിന്നെ ആര് വിശ്വസിക്കാനാണ്? യഥാർത്ഥത്തിൽ ഒരുപാട് ആൾക്കാർക്ക് അവരിൽ സ്വയമായിട്ടൊരു വിശ്വാസമില്ല എന്നില്ല. ഇതുകൊണ്ടാണ് അവർ ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടാത്തത്. അവർക്ക് എന്ത് കഴിവുണ്ട്, എന്ത് കഴിവുകേടുണ്ട് എന്ന് നമ്മളെ കഴിവുകേടും തിരിച്ചറിയേണ്ടത് നമ്മളാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങളുടെ അമ്മയോ അച്ഛനോ അപ്പൂപ്പനോ അമ്മൂമ്മയോ നാട്ടുകാരോ വീട്ടുകാരോ കൂട്ടുകാരോ ഭർത്താവോ ഭാര്യയോ നിങ്ങളോട് പറയും നിങ്ങൾക്കൊന്നിനും കൊള്ളാൻ കഴിയില്ല, നിങ്ങളതിനൊന്നും കാലിബറില്ലാത്ത വ്യക്തിയാണ്, നീ അതൊന്നും വിജയിക്കില്ല. ഇതുപോലെ ഒരുപാട് സംഗതികൾ കിട്ടുന്നത് എടുത്തിട്ട് സ്വയം നമ്മളങ്ങ് വിശ്വസിക്കാൻ പോവുകയാണ്. നമ്മളെ ഒന്നിനും കൊള്ളാത്തവരാണ്, നമ്മൾക്കൊരു കഴിവുമില്ല. നമ്മൾ അങ്ങനെ വിചാരിക്കുന്നത് കൊണ്ടാണ് ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടാത്തത്. യഥാർത്ഥത്തിൽ നമ്മുടെ കഴിവുകേടും നിശ്ചയിക്കേണ്ടത് ആരാണ്? നമ്മളാണ്, അല്ലാതെ കണ്ടു നിൽക്കുന്നവരില്ല. അപ്പോൾ അത് സ്വയം തിരിച്ചറിഞ്ഞാൽ അവരെല്ലാം നിശ്ചയിക്കേണ്ടത് നിനക്കാവില്ല, ഇനി ഒന്നിനും കൊള്ളില്ല, നമ്മളാണ് നിശ്ചയിക്കേണ്ടത്. അപ്പോൾ അത് കേട്ടിട്ട് നമ്മൾ വിശ്വസിക്കുകയാണ് നമ്മളെ ഒന്നിനും കൊള്ളില്ല, നമുക്കൊരു കഴിവില്ല. അപ്പോൾ ഇത് അല്ലല്ലോ യാഥാർത്ഥ്യം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരുപാട് പൊട്ടൻഷ്യാലിറ്റി ഉണ്ട്. ആ പൊട്ടൻഷ്യാലിറ്റി നമ്മൾ പുറത്തേക്ക് എടുക്കണം. നമ്മുടെ എല്ലാ കഴിവുകളും പുറത്തെടുത്ത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ഓരോരുത്തർക്കും കഴിവുണ്ട്, സ്കില്ലുണ്ട്, അത് ഡെവലപ്പ് ചെയ്തെടുത്ത് കൊണ്ടുവരുന്നില്ല എന്നില്ല. അത് യഥാർത്ഥത്തിൽ അതിനുവേണ്ടി തയ്യാറാവാൻ തുടങ്ങിയാൽ അമേസിങ് റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. നമ്മൾ പോലും നമ്മളെ അതിശയിച്ചു പോകുന്ന രീതിയിലെ റിസൾട്ട് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മളെ വിശ്വസിക്കാതിരിക്കരുത്. നമ്മളെ വിശ്വസിച്ചില്ല എങ്കിൽ പിന്നെ ആരും തന്നെ നമ്മൾ വിശ്വസിക്കില്ല. ആദ്യം നമ്മളെ വിശ്വസിക്കുക, നമ്മളെ കഴിവുകളെ പുറത്തെടുക്കുക, അത് പ്രതിഫലിപ്പിക്കുക, ഇംപ്ലിമെൻ്റ് ചെയ്യുക, പ്രാവർത്തികമാക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ സാധിക്കും. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.